മൂന്നാറിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാകുമ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്തു നിന്നും പുലിനായയെ ആക്രമിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തൊഴിലാളിക്ക് ആശങ്കയുളവാക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കളും ദേവികുളം റേഞ്ച് ഓഫീസർക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ നിവേദനം നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ DFO ഓഫീസിന് മുന്നിൽ സമരം നടത്തും. ദേവികുളം മേഖലയിലെ വിവിധയിടങ്ങളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു വളർത്തുനായയെ പുലി ആക്രമിച്ച് കൊന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങൾ ശക്തമാവുന്നത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രദേശത്ത് പുലിയടക്കമുള്ള വന്യജീവികൾ വിഹരിക്കുന്നത് ഏറെ ഭീതിയോടെയാണ് ജനങ്ങൾ കാണുന്നത്. വന്യജീവി ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ ഇതുവരെ ചത്തിട്ടുണ്ട്. ഒരാഴ്ചക്കകം പുലിയെ കൂടുവച്ച് പിടികൂടാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനപ്രതിനിധികളടക്കം DFO ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ പറഞ്ഞു. எல்லாரும் சேர்ந்து இந்த ஒரு பெட்டிஷனை இன்னைக்கு நம்ம DFO முன்பாக ஆஜராக்கியிருக்கோம். அப்போ ஒரு வாரத்துக்குள்ள அவங்க கண்டிப்பாக இதுக்கு ஒரு ஆக்ஷன் எடுக்கிறேன்னு சொல்லியிருக்காங்க. ஆக்ஷன் எடுக்கலை அப்படின்னு சொன்னால் நாங்கள் நம்ம ஜனப்பிரதி எல்லாரும் சேர்ந்து DFO ஆஃபீஸ் முன்னாடி நாங்கள் குத்தியிருப்பு சமரம் செய்கிறதுக்கு தீர்மானிச்சிருக்கோம். அதனால் கண்டிப்பான முறையில் ஒரு வாரத்துக்குள்ளே ஒரு ஆக்ஷன் எடுக்கணும்னு நினைக்கிறோம். இல்லைனா நம்ம எங்களுடைய மக்களை காப்பாற்ற நாங்கள் கண்டிப்பாக தோட்ட மேഖലയെ காப்பாற்ற கண்டிப்பாக நாங்கள் ஒரு குத்தியிருப்பு சமரம் நடத்துவோம். അതേസമയം കഴിഞ്ഞ ദിവസം നായയെ പുലി ആക്രമിച്ച സംഭവം വളരെ ഗൗരവമായി തന്നെ എടുത്തതായി വനം വകുപ്പ് വ്യക്തമാക്കി. സംഭവ സ്ഥലത്ത് അന്നു മുതൽ സ്ഥിരമായി RRT സംഘത്തെ നിയോഗിച്ചതായും ദേവികുളം റേഞ്ച് ഓഫീസർ പറഞ്ഞു. പുലി പട്ടി പിടിച്ചൊരു സംഭവം നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ജനവാസ മേഖലയാണ്. അവിടെ അന്ന് മുതൽ സ്ഥിരമായിട്ട് RRT ടീം ദേവികുളത്തിന് RRT ടീം നിരീക്ഷിച്ചു വരികയാണ്. മറ്റ് സാന്നിധ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഉള്ള കാര്യങ്ങളും തിരക്കി വരുന്നുണ്ട്. ഇതിൻ്റെ സ്ഥിരമായ ഒരു പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരം കാണുന്നതിനായിട്ടുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കുന്നു. തോട്ടം തൊഴിൽ മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ 100-ലധികം കന്നുകാലികളാണ് തൊഴിലാളികൾക്ക് നഷ്ടമായത്. വന്യജീവി ആക്രമണം തുടരുന്ന സാഹചര്യമുണ്ടായാൽ തുടർ നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.